നമസ്കാരം. ഇത് ദ ഇന്ത്യ. ഇപ്പോൾ വലിയ തോതിൽ അനുഭവിക്കുന്നില്ലെങ്കിലും പശ്ചിമേഷ്യയിലെ യുദ്ധപ്രതിസന്ധി വരുത്തിവെച്ച ആഘാതമെന്തെന്ന് നമ്മൾ ഇന്ത്യക്കാർ ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എണ്ണ പ്രതിസന്ധി നമ്മുടെയൊക്കെ അടുക്കളയെ തന്നെ ബാധിച്ചു. എന്നാൽ ഇന്ത്യക്കും ഒരു എണ്ണപ്പാടമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വെറുതെ അതിശയോക്തി പറയുന്നതല്ല. പക്ഷേ ഒന്നും ചെയ്യാതെ നമ്മൾ ആ എണ്ണപ്പാടം വർഷങ്ങളായി വെറുതെ കളഞ്ഞു. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പദ്ധതി വീണ്ടും പൊടിതട്ടിയെടുക്കുകയാണ്. ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ നിന്ന് 48 കിലോമീറ്റർ മാത്രം അകലെ നോർത്ത് 24 പർഗന ജില്ലയിലെ അശോക് നഗർ മേഖലയിലാണ് എണ്ണശേഖരം തിരിച്ചറിഞ്ഞത്. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം ഇന്ധന ലഭ്യതയിലും വിലക്കയറ്റത്തിലും ഇന്ത്യ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ബംഗാളിലെ എണ്ണശേഖരം വീണ്ടും ചർച്ചയാകുന്നത്. ഇവിടെ ഉൽപ്പാദനം ആരംഭിച്ചാൽ ഒരു പരിധിവരെ ഇന്ത്യക്കത് ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാനത്ത് അധികാരം പിടിച്ച BJP എണ്ണ കുഴിച്ചെടുക്കാനുള്ള നടപടികൾ വീണ്ടും ആരംഭിച്ചതായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2018 പൊതുമേഖല എണ്ണ ഉൽപ്പാദന കമ്പനിയായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ഇവിടെ എണ്ണശേഖരം കണ്ടെത്തിയത്. മുൻപും ഇവിടെ ഖനന നടപടികൾ ONGC തുടങ്ങിയെങ്കിലും പ്രാദേശിക എതിർപ്പുകളുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണവാതക മേഖലയായിട്ട് കൂടിയാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. 240 ദശലക്ഷം ബാരലധികം അസംസ്കൃത എണ്ണയുടെ ശേഖരം ഇവിടെയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യകതയിൽ നിർണായക പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള ഒന്നുമാണ്. ശനിയാഴ്ച ഡൽഹിയിൽ വെച്ച് BJP MP സമീക് ഭട്ടാചാര്യ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് ഈ വിഷയത്തിന് പുതിയ രാഷ്ട്രീയ ഊർജ്ജം കൈവന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കൂടിക്കാഴ്ചയിൽ പശ്ചിമ ബംഗാളിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. അശോക് നഗർ പാടത്തെ എണ്ണ ഉൽപ്പാദനം ആരംഭിക്കുന്നതിലായിരുന്നു ചർച്ചയിൽ പ്രധാനമായും ഊന്നൽ നൽകിയത്. പദ്ധതിക്ക് അനുമതി നൽകുന്നതിനുണ്ടായ കാലതാമസം മുൻപ് വ്യാപകമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. മുൻ സർക്കാർ ഈ പദ്ധതിയിൽ താല്പര്യം കാണിക്കാതിരുന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി ഭൂമി ഏറ്റെടുക്കുന്നതിലെ പ്രതിസന്ധിയായിരുന്നു അത്. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരിക്കലും ആത്മാർത്ഥമായി പിന്തുണ നൽകിയിരുന്നില്ലെന്നും പലപ്പോഴും എതിർപ്പായ നിലപാടാണ് സ്വീകരിച്ചതെന്നുമാണ് പൊതുവെയുള്ള ആക്ഷേപം. ഓരോ ഖനന കേന്ദ്രത്തിനും ഏകദേശം 5 ഏക്കർ ഭൂമി വീതമാണ് വേണ്ടിവരിക. പരിസ്ഥിതി സംബന്ധമായ ആശങ്കകളായിരുന്നു മറ്റൊന്ന്. മലിനീകരണത്തെക്കുറിച്ചും പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ചുമുള്ള ആശങ്കകൾ മുൻനിർത്തി പ്രദേശത്തെ നിവാസികൾ പദ്ധതിക്കെതിരെ സംഘടിച്ചിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്നു. ഭൂമി നഷ്ടപരിഹാരത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു മറ്റൊന്ന്. ഏറ്റെടുത്ത ഭൂമിക്ക് വിപണി മൂല്യമുള്ള നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുണ്ടായിരുന്നു. ഇടനിലക്കാരും ഭൂമാഫിയയും ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന രാഷ്ട്രീയ താൽപ്പര്യക്കാരാണ് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ എതിർത്തതെന്നാണ് റിപ്പോർട്ടിലെ ആരോപണം. രാഷ്ട്രീയ താൽപ്പര്യങ്ങളായിരുന്നു മറ്റൊന്ന്. പദ്ധതി മൂലം കുടിയൊഴിപ്പിക്കപ്പെടുന്ന ജനങ്ങൾ മറ്റെവിടെയെങ്കിലും മാറി താമസിച്ചാൽ അത് തങ്ങളുടെ ആ പ്രദേശത്തെ ഭരണകക്ഷിയുടെ വോട്ട് ബാങ്ക് കുറയാൻ കാരണമാകുമെന്നുള്ള ആശങ്ക പാർട്ടികൾക്കുണ്ടായിരുന്നു. വ്യാഴാഴ്ച ഡൽഹിയിൽ വെച്ച് സുവേന്ദു അധികാരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഭട്ടാചാര്യയും നിർമ്മല സീതാരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് എന്നതാണ് ഇതിന് ഏറെ രാഷ്ട്രീയ ശ്രദ്ധ നേടിക്കൊടുത്തത്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയും ഭാവി പദ്ധതികളെക്കുറിച്ചുള്ളതായിരുന്നു ഇരുവരുടെയും ആ ചർച്ചകളെന്നാണ് റിപ്പോർട്ടുകൾ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഈ എണ്ണശേഖരത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ബംഗാളിൻ്റെ ഊർജ്ജ മേഖലയ്ക്ക് മാത്രമല്ല ഇന്ത്യയുടെ ഊർജ്ജ മേഖലയ്ക്കും വലിയ കുതിച്ചുചാട്ടം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം ഈ മേഖലയിലേക്കുള്ള നിക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കാനും ഈ തീരുമാനം സഹായിക്കും. പദ്ധതി ബംഗാളിന് വലിയ സാമ്പത്തിക അവസരങ്ങൾ തുറന്നു നൽകുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായ വിദഗ്ധർ. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ കാരണം ഇന്ധന നീക്കം മന്ദഗതിയിലാവുകയും വിലവർദ്ധനവിന് കാരണമാവുകയും ചെയ്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അശോക് നഗറിലെ ഉൽപ്പാദനം ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെ ലഭ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അശോക് നഗറിലെ സാഹചര്യം സുഗമമാകുകയാണെങ്കിൽ എണ്ണ ലഭ്യതയിൽ ഇന്ത്യക്ക് ഒരു പരിധിവരെയെങ്കിലും സ്വയം പര്യാപ്തതയും ലഭ്യമാകും.